السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله أما بعد. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിലെ 21-ാമത്തെ അധ്യായം അൽ അംബിയ, പ്രവാചകന്മാർ, അതാണ് നാം സംസാരിച്ച് വന്നത്. ഈ അധ്യായത്തിൻ്റെ പുറമെ നിന്ന് നാം അതിനെ വീക്ഷിച്ചു. ഇനി അതിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ചില അത്ഭുതങ്ങൾ അതിൽ കാണാൻ സാധിക്കും. അതിലേറ്റവും പ്രധാനമായത് ചില വാക്കുകളുടെ ആവർത്തനമാണ്. ഇബാദത്ത് എന്ന വാക്ക് ഈ അധ്യായത്തിൽ ഇബാദത്തിൻ്റെ ഘടകങ്ങളുമൊക്കെ 11 തവണ ആവർത്തിച്ചു വന്നിട്ടുണ്ട്. 25-ാമത്തെ വചനത്തിൽ വമാ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. നാം എല്ലാ പ്രവാചകന്മാരെയും നിയോഗിച്ചിട്ടുള്ളത് അവർക്ക് അല്ലാഹുവല്ലാതെ ഇലാഹില്ല, അവന് മാത്രം ഇബാദത്ത് ചെയ്യണം എന്ന വഹി നൽകിക്കൊണ്ടാണ് എന്ന്. 19-ാമത്തെ വചനത്തിൽ കാണാം വലഹു മൻ ഫിസ് സമാവാതി വൽ അർദ് വമൻ ഇൻദഹു ലാ യസ്തക്ബിറൂന അൻ ഇബാദതി. ഇബാദത്ത് എന്ന പദം 92-ാമത്തെ വചനത്തിൽ കാണാം ഇന്ന ഹാദിഹി ഉമ്മത്തുക്കും ഉമ്മത്തുൻ വാഹിദ വഅന റബ്ബുക്കും ഫഅബ്ദൂൻ എന്നത് കാണാം. 84-ാമത്തെ വചനത്തിൽ കാണാം വആതൈനാഹു അഹ്ലഹു വമിസ്ലഹും മഅഹും റഹ്മതൻ മിൻ ഇൻദിനാ വദിക്റാ ലിൽ ആബിദീൻ. എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞ് 11 തവണ പരാമർശമുണ്ട്? എന്തുകൊണ്ട്? ഇത് വളരെ മനോഹരമായ ഒന്നാണ്. മഹാഭൂരിപക്ഷം ആളുകൾക്കും പ്രബോധകന്മാർക്കടക്കം പറ്റുന്ന ഒരശ്രദ്ധയിലേക്കാണ് ഇവിടെ വിരൽ ചൂണ്ടുന്നത്. അത് ഇബാദത്തിൻ്റെ പ്രാധാന്യമാണ്. ഇബാദത്ത് എത്രമാത്രം പ്രാധാന്യമുള്ളതായിരുന്നു കഴിഞ്ഞുപോയ പ്രവാചകന്മാരടക്കമുള്ളവരുടെ ജീവിതത്തിൽ എന്ന് കാണിച്ചു തരാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ സ്വയം ചെയ്യേണ്ട ഇബാദത്തുകളിൽ നിന്നോ അവൻ്റെ വ്യക്തിപരമായ നന്മയിൽ നിന്നോ ഒരിക്കലും അവൻ അശ്രദ്ധനാകാൻ പാടില്ല. ഇവിടെ പ്രവാചകന്മാർ മുഴുവൻ ആ കാര്യത്തിൽ ബദ്ധശ്രദ്ധരായിരുന്നു എന്ന് കാണാൻ സാധിക്കും. നമുക്കറിയാം പ്രവാചകന്മാർക്കുള്ള ഉത്തരവാദിത്തങ്ങൾ എത്ര വലുതായിരുന്നു എന്ന്. എന്നിട്ട് പോലും അവർ ജനങ്ങളിലേക്ക് പ്രബോധനത്തിന് വേണ്ടി നിയോഗിക്കപ്പെട്ടവരാണ്. അവർ പ്രബോധനത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്തവരാണ്. പക്ഷെ എന്നിട്ട് പോലും ഇസ്ലാഹുൻ നഫ്സ്, തന്നെ സ്വയം നന്നാക്കണമെന്നും ഞാൻ നന്നാവുന്നതിലൂടെ അള്ളാഹുവുമായി കൂടുതൽ സാമീപ്യം കിട്ടണമെന്നും അതിന് ഇബാദത്തുകൾ അനിവാര്യമാണ് എന്നതിലും അവർ വളരെ ശ്രദ്ധിച്ചിരുന്നു. മാത്രമല്ല, പ്രവാചകന്മാരുടെ കഥ പറയുന്നിടത്ത് പറയുന്നുണ്ടല്ലോ കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത് എന്ന്. നന്മയുടെ വിഷയത്തിൽ അവർ മത്സരിക്കുകയായിരുന്നു, സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അവർ മത്സരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു യഥാർത്ഥ വിശ്വാസി ഇബാദത്തിനെ നിസ്സാരമാക്കാൻ പാടില്ല. തൻ്റെ നന്മയെ, താൻ സ്വയം നന്നാകണം എന്നതിനെ ഒരിക്കലും നിസ്സാരമാക്കാൻ പാടില്ല. എത്ര അവൻ ബിസിയാണെന്ന് പറഞ്ഞാൽ പോലും ഈ വിഷയം വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് സൂചിപ്പിക്കുവാനാണ് യഥാർത്ഥത്തിൽ അള്ളാഹു ഈ പ്രവാചകന്മാരുടെ കഥകളിലൂടെ ഇബാദത്ത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, എങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഒരു പ്രബോധകൻ അല്ലെങ്കിൽ ഒരു വിശ്വാസി അവൻ എങ്ങനെയാണ് ഇബാദത്തുകളിൽ നിന്ന് അകലാൻ കഴിയുക? അതിലേക്കാണല്ലോ അവൻ ആളുകളെ ക്ഷണിക്കുന്നത്. അപ്പം അടിസ്ഥാനപരമായി ഞാൻ പറയുന്ന ഒരു കാര്യത്തിലേക്ക്, ഞാൻ ചെയ്യുന്ന ഒരു കാര്യത്തിലേക്കായിരിക്കണമല്ലോ ഞാൻ ക്ഷണിക്കേണ്ടത്. മറ്റത് വലിയ പാപമല്ലേ? അപ്പം അതുകൊണ്ട് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു സംഗതിയാണ്. അതുപോലെ തന്നെ സംസാരിക്കുന്ന കാര്യത്തിലുള്ള ശ്രദ്ധ, അത് നമുക്ക് ആത്മവിശുദ്ധി ഉണ്ടെങ്കിൽ മാത്രമേ ആ ശ്രദ്ധ വരൂ. ഞാൻ സംസാരിക്കുന്നത് ഞാൻ പ്രവർത്തിക്കേണ്ടതുണ്ട്, ഞാൻ പ്രവർത്തിക്കുന്നതായിരിക്കണം ഞാൻ സംസാരിക്കേണ്ടത് എന്ന ചിന്ത. അവിടെയാണ് അള്ളാഹുവിൻ്റെ വിജയം ഉണ്ടാവുക. അതുകൊണ്ടാണ് ഈ വിഷയമൊക്കെ പറഞ്ഞിട്ട് 106-ാമത്തെ വചനത്തിൽ കാണാം ഇന്ന ഫീ ഹാദാ ലബലാഗൻ ലിഖൗമിൻ ആബിദീൻ.
നോക്കൂ, ഇതാർക്കുള്ളതാ? ആബിദീങ്ങളായ ഖൗമിന്, ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഖൗമിനാണ് യഥാർത്ഥത്തിൽ ഇത് ഗുണം ചെയ്യുക എന്ന രീതിയിൽ അള്ളാഹു പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ ആവർത്തിച്ചു വന്ന മറ്റൊരു പദമാണ് ഇസ്തിജാബത്ത്. വല്ലാത്ത അത്ഭുതമാണത്. ഇസ്തിജാബത്ത് എന്ന് പറഞ്ഞാൽ ഉത്തരം ചെയ്യലാണ്. ഒരുപാട് സ്ഥലത്ത് 76 വചനത്തിൽ കാണാം, തുടങ്ങുന്നത് നൂഹ് നബിയുടെ കഥ പറയുന്നിടത്ത വനൂഹൻ ഇദ് നാദാ മിൻ ഖബ്ലു ഫസ്തജബ്നാ ലഹു ഫനജ്ജയ്നാഹു വഅഹ്ലഹു മിനൽ കർബിൽ അദീം. നൂഹ് അലൈഹിസ്സലാം അദ്ദേഹം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചപ്പോൾ അള്ളാഹ് പറയാ ഫസ്തജബ്നാ ലഹു, നാം അദ്ദേഹത്തിന് ഉത്തരം നൽകി, അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരെയും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രതിസന്ധിയിൽ നിന്ന് നാം രക്ഷപ്പെടുത്തി എന്ന്. 84 വചനത്തിൽ കാണാം അയ്യൂബ് നബിയെ കുറിച്ച് പറയുന്നിടത്ത് ഫസ്തജബ്നാ ലഹു വകശഫ്നാ മാ ബിഹി മിൻ ദുർരിൻ, അദ്ദേഹത്തിന് നാം ഉത്തരം നൽകി, അദ്ദേഹം അനുഭവിച്ചിരുന്ന പ്രതിസന്ധിയിൽ നിന്ന് അദ്ദേഹത്തെ മോചിപ്പിച്ചു എന്ന്. 88 വചനത്തിൽ കാണാം യൂനുസ് അലൈഹിസ്സലാമിന്റെ കഥ പറയുന്നിടത്ത് ഫസ്തജബ്നാ ലഹു വനജ്ജയ്നാഹു മിനൽ ഗം. നമുക്കറിയാലോ യൂനുസ് നബിക്ക് അല്ലാഹു ഉത്തരം നൽകിയ രീതി എപ്രകാരമായിരുന്നു എന്ന്. 90 വചനത്തിൽ കാണാം സക്കരിയ അലൈഹിസ്സലാമിന്റെ കഥ പറയുന്നിടത്ത് ഫസ്തജബ്നാ ലഹു വവഹബ്നാ ലഹു യഹ്യ വഅസ്ലഹ്നാ ലഹു സൗജഹു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വല്ലാത്തൊരു രസകരമായ സംഗതിയാണ്. സക്കരിയ അലൈഹിസ്സലാം, നമുക്കറിയാം ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിലാണ് അദ്ദേഹം ദുആ ചെയ്യുന്നത് ഒരു കുഞ്ഞിനെ കിട്ടാൻ. അള്ളാഹു ഉത്തരം നൽകിയെന്ന് മാത്രമല്ല, യഹ്യയെ നൽകിയെന്ന് മാത്രമല്ല, വഅസ്ലഹ്നാ ലഹു സൗജഹു എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യ പ്രസവിക്കുമായിരുന്നില്ല, അപ്പോൾ പ്രസവിക്കാവുന്ന രീതിയിലുള്ള ഒരു ചേഞ്ച് അവരുടെ ജീവിതത്തിൽ വരുത്തി എന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇതൊക്കെ ഈ സൂറ നിറയെ ദുആകളും ഇസ്തിഗാസയുമാണ്. ആരോട് ദുആ ചെയ്യണം, ആരോട് ഇസ്തിഗാസ നടത്തണം, ആരോട് ദുആ ചെയ്താൽ, ആരോട് ഇസ്തിഗാസ നടത്തിയാൽ ഫലം കിട്ടും, ഉത്തരം നൽകും. ഓരോ ദുആക്ക് ശേഷവും, ഓരോ ഇസ്തിഗാസക്ക് ശേഷവും അള്ളാഹു പറയാണ് ഫസ്തജബ്നാ ലഹു, നാം അദ്ദേഹത്തിന് ഉത്തരം നൽകി. എന്തിനാണ് സത്യത്തിൽ ഇത് നമ്മുടെയൊക്കെ ഉള്ളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്തിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെയൊക്കെ ഉള്ളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദുആ ഒരിക്കലും പാഴാക്കുകയില്ലെന്ന് മാത്രമല്ല, അല്ലാഹു ഖരീബാണ്, മുജീബാണ്. അല്ലാഹു ഏറ്റവും സമീപസ്ഥനാണ്, ഉത്തരം നൽകുന്നവനാണ്. നിരാശകളില്ലാതെ, മനുഷ്യന്റെ മനസ്സുകളിൽ നിന്ന് നിരാശയില്ലാതാക്കാനാണ് അല്ലാഹു ശ്രമിക്കുന്നത്. മനുഷ്യന്റെ മനസ്സുകളിൽ പ്രതീക്ഷ ഉണ്ടാക്കാനാണ് അല്ലാഹു ശ്രമിക്കുന്നത്. ഇതാണ്, നോക്കൂ, ഓരോ പ്രവാചകന്മാരുടെയും അവർക്കുണ്ടായ പ്രയാസങ്ങളുമായി ബന്ധപ്പെട്ട വചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഉടനെ അള്ളാഹു ഇസ്തിജാബത്ത് നടത്തി എന്ന് അള്ളാഹു പ്രഖ്യാപിക്കുകയാണ്. ഇത് സത്യത്തിൽ നമുക്ക് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്, നമുക്ക് നല്ല യഖീൻ നൽകുന്നു. പ്രത്യേകിച്ചും ജീവിതത്തിൽ കടുപ്പമുള്ള പ്രതിസന്ധിയുള്ള നിമിഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇത് നമുക്ക് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. നമ്മുടെ കൽബിനെ, നമ്മുടെ മനസ്സിനെ, നമ്മുടെ ഹൃദയത്തെ അള്ളാഹു ഇങ്ങനെ വളർത്തുകയാണ്. ഞാൻ സമീഅാണ്, ഞാൻ ഖരീബാണ്, ഞാൻ മുജീബാണ്, ഞാൻ കേൾക്കുന്നവനാണ്, ഞാൻ നിങ്ങളുടെ സമീപസ്ഥനാണ്, ഞാൻ ഉത്തരം നൽകുന്നവനാണ് എന്ന് പറയുന്ന ഇതാണ് യഥാർത്ഥത്തിൽ ഇസ്തിജാബത്ത് ഇതിൽ ആവർത്തിച്ചു വരാനുള്ള കാരണം. അതുപോലെ ഈ അധ്യായത്തിൽ നമ്മൾ കാണുന്ന മറ്റൊരു ആവർത്തനമാണ് അഅ്മാലുസ്സാലിഹാത്തുകൾ ചെയ്യുന്നതിനെ കുറിച്ച്. ഒരു മനുഷ്യൻ അവൻ്റെ നന്മയെക്കുറിച്ച്, അവൻ ഇബാദുസ്സാലിഹീൻ, നല്ല മനുഷ്യരിൽ സൽക്കർമ്മം ചെയ്യുന്ന അടിമകളിൽ ഉൾപ്പെടുന്നതിനെ കുറിച്ച്. നോക്കൂ, ഈ സൂറത്തിന്റെ ഹെഡിങ് തന്നെ, ഇതിന്റെ പേര് തന്നെ അൽ അംബിയ എന്നാണല്ലോ. നമുക്കറിയാം പ്രവാചകന്മാരാണ് ഭൂമുഖത്ത് ജീവിച്ച ഏറ്റവും നല്ല മനുഷ്യർ, അല്ലേ? നോക്കൂ, ഈ സൂറയിൽ മുഴുവൻ അത് നിറഞ്ഞു നിൽക്കുന്നുണ്ട്. 72 വചനം അള്ളാഹു പറയുന്നുണ്ട് വവഹബ്നാ ലഹു ഇസ്ഹാഖ വയാഖൂബ നാഫില വകുല്ലൻ ജഅൽനാ സാലിഹീൻ. നോക്കൂ, പ്രവാചകന്മാരുടെ കഥ പറയുന്നിടത്ത് ഇസ്ഹാഖിനെ കുറിച്ചും യാക്കൂബിനെ കുറിച്ചും പറഞ്ഞിട്ട് അലൈഹിമുസ്സലാം പറയുന്നു അവരൊക്കെ സാലിഹീങ്ങളിൽ പെടുത്തി നാം എന്ന്. 75 വചനത്തിൽ കാണാം വഅദ്ഖൽനാഹു ഫീ റഹ്മതിനാ ഇന്നഹു മിനസ് സാലിഹീൻ. പ്രവാചകന്മാരെ കുറിച്ച് പറയുകയാണ് ഇന്നഹു മിനസ് സാലിഹീൻ, അദ്ദേഹം സാലിഹീങ്ങളിൽ പെട്ടവനായിരുന്നു എന്ന്. 94 വചനത്തിൽ കാണാം ഫമൻ യഅമൽ മിനസ് സാലിഹാതി വഹുവ മുഅ്മിനുൻ
ഫലാ കുഫ്റാന ലിസഇ വഇന്നാ ലഹു കാതിബൂൻ. ഒരാള് നന്മകൾ സൽക്കർമ്മങ്ങൾ ചെയ്യുകയാണ്, ഈമാനോടുകൂടി സൽക്കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിൽ അവന്റെ അധ്വാനം ഒരിക്കലും പാഴായി പോവുകയില്ലെന്ന് മാത്രമല്ല, നാം അത് രേഖപ്പെടുത്തി വെക്കും എന്ന് പറയുകയാണ്. 105-ാമത്തെ വചനത്തിൽ കാണാം, വലഖദ് കതബ്നാ ഫിസ്സബൂരി മിൻ ബഅദി ദിക്രി അന്നൽ അർദ യരിസുഹാ ഇബാദിയസ്സാലിഹൂൻ. ഈ ഭൂമി എന്നത് എൻ്റെ നല്ലവരായ അടിമകൾക്ക് അനന്തരം നൽകാനുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് സമാധാനിപ്പിക്കുന്നു. 106-ാമത്തെ വചനത്തിൽ കാണാം, ഇന്ന ഫീ ഹാദാ ലബലാഗൻ ലിഖൗമിൻ ആബിദീൻ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ മനുഷ്യരുടെ നന്മ, അവർ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ, ഇതിന് വലിയ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഇത് ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളത് എന്ന് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. ഈ പ്രവാചകന്മാരെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ആദ്യം വരുന്ന ചിന്ത എന്താണ്? അവരവരുടെ ജീവിതം അള്ളാഹുവിൻ്റെ ദീനിന്റെ പ്രബോധനത്തിന് വേണ്ടി വിനിയോഗിക്കുന്നവരാണ്, അതിനുവേണ്ടി ത്യാഗം ചെയ്യുന്നവരാണ്, അതിനുവേണ്ടി ആ മനുഷ്യ സമൂഹത്തിനിടയിൽ ഇസ്ലാഹ് ഉണ്ടാക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവരാണ്. എന്നിട്ട് നോക്കൂ, ഇതൊക്കെ ചെയ്യുന്നവരായിട്ട് പോലും അള്ളാഹു ഈ അധ്യായത്തിൽ അവർക്ക് സ്വലാഹുണ്ട് എന്ന് നന്നായി അമർത്തി പറയുകയാണ്. എന്തിനാണ് അങ്ങനെ പറയുന്നത്? നമ്മൾ ഓർക്കണം, അവര് നല്ലവരാണെന്ന് നമുക്കറിയാലോ, അവര് ത്യാഗം ചെയ്യുന്നവരാണെന്ന് നമുക്കറിയാലോ, അവരാണ് ഭൂമിയിൽ സഞ്ചരിക്കുന്ന, ഭൂമിയിൽ ജീവിച്ച ഏറ്റവും നല്ല മനുഷ്യരെന്നറിയാലോ. എന്നിട്ടും എന്തിനാണ് സഹോദരങ്ങളെ അത് നമ്മൾ മനസ്സിലാക്കണം. അതിൻ്റെ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വ്യക്തമാക്കി തരികയാണ്. സലാഹ് എന്ന സിഫത്ത്, നന്മ എന്ന സിഫത്ത്, സൽക്കർമ്മങ്ങൾ ചെയ്യുക എന്ന ഗുണം, അത് യഥാർത്ഥത്തിൽ പ്രവാചകന്മാര് മുഴുവൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അഥവാ ഒന്നുകൂടി പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുകയാണ്, ഇവരാകണം നിങ്ങളുടെ മാതൃക, ഇവരാകണം നിങ്ങളുടെ സാമ്പിൾ, ഇവരാകണം നിങ്ങളുടെ മോഡൽ. അപ്പോഴേ നിങ്ങൾ എന്താവുള്ളൂ, നിങ്ങൾ സാലിഹികളാവുകയുള്ളൂ എന്ന്. നോക്കൂ, ഇത് വായിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കണം, ഇന്ന് ജീവിതത്തിൽ ആരാണ് നമ്മുടെ മോഡൽ? ആരെയാണ് നാം മാതൃകയാക്കുന്നത്? നമ്മുടെ യുവാക്കളോടോ യുവതികളോടൊക്കെ ചോദിച്ചാൽ എന്തായിരിക്കും ഉത്തരം? ഇബ്രാഹിം അലൈഹിസ്സലാമാണ് എൻ്റെ മോഡൽ എന്ന് പറയാൻ ഇന്ന് സമൂഹത്തിൽ ആളുകളുണ്ടോ? യൂസുഫ് അലൈഹിസ്സലാമാണ് എൻ്റെ മോഡൽ എന്ന് പറയാൻ ആളുകളുണ്ടോ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എൻ്റെ മാതൃക എന്ന് പറയാൻ ആളുകളുണ്ടോ? ഇല്ലല്ലോ. എത്രയെത്ര നടന്മാരെക്കുറിച്ചും നടിമാരെക്കുറിച്ചും വലിയ മനുഷ്യരെക്കുറിച്ചും ഭൂലോകത്ത് ജീവിച്ച വലിയ നന്മകൾ ചെയ്ത മനുഷ്യരെക്കുറിച്ചുമൊക്കെ അവരാണ് എൻ്റെ മോഡൽ എന്ന് പറയുന്നതിന് പകരം ഈ പ്രവാചകന്മാരാണ് എൻ്റെ മോഡൽ എന്ന് പറയുന്ന ഒരു പ്രതലത്തിലേക്ക് നമ്മൾ എത്തേണ്ടതുണ്ട് എന്നതാണ് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം സഹോദരങ്ങളെ, യഥാർത്ഥത്തിലുള്ള നന്മയുടെ മാനദണ്ഡം എന്ത് എന്ന് നമ്മുടെയൊക്കെ മനസ്സുകളിൽ അള്ളാഹു അരക്കിട്ടുറപ്പിക്കുകയാണ്. ഞാൻ നല്ലതാണോ? ഞാൻ സലാഹുള്ളവനാണോ? എനിക്ക് ഫضലുണ്ടോ? ഇതറിയാനുള്ള മാനദണ്ഡം എന്താണ്? ഇന്ന് സത്യത്തിൽ നമുക്കറിയാം, നമ്മളൊക്കെ നന്മ നിശ്ചയിക്കുന്നതിൻ്റെ മാനദണ്ഡം സമ്പത്താണ്, അല്ലേ? അല്ലെങ്കിൽ തറവാടാണ്, അല്ലെങ്കിൽ നമ്മുടെ പവറാണ്, അല്ലെങ്കിൽ നമ്മളുടെ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ആണ്. ഇതൊക്കെയാണല്ലോ ഇന്നത്തെ യഥാർത്ഥത്തിൽ മാനദണ്ഡങ്ങൾ, നന്മയുടെ മാനദണ്ഡങ്ങൾ. ഒരു മനുഷ്യനെ ആളുകൾ ബഹുമാനിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. മതസംഘടനകൾ പോലും ഇന്ന് നമ്മൾ കാണുന്നു, അവരുടെ സ്റ്റേജുകളിൽ പ്രധാന സ്ഥാനം നൽകുന്നത്, അവരുടെ കീനോട്ട് അഡ്രസ്സുകളൊക്കെ ആരാ നടത്തുന്നത്, ഉദ്ഘാടനം നടത്തുന്നതൊക്കെ ആരാ? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. സത്യത്തിൽ ആരായിരുന്നു അത് ചെയ്യേണ്ടിയിരുന്നത്? അവിടെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കണം, മതവിശ്വാസികളുടെ, മതസംഘടനകളുടെ നേതാക്കളുടെ മനസ്സുകൾക്കകത്ത് പോലും നമ്മൾ മനസ്സിലാക്കണം, മാനദണ്ഡം മാറിയിട്ടുണ്ട്. ഇത് ശരിയാണോ? ഈ ഒരു പ്രിഫറൻസ് എങ്ങനെയാണ് നമുക്ക് മാറിപ്പോയത്? സത്യത്തിൽ ഇതല്ലല്ലോ. ഈമാനാകണം നമ്മുടെ മാനദണ്ഡം സഹോദരങ്ങളെ. അതാണ്, മറ്റൊന്നുമല്ല, മറ്റൊരു അന്തസ്സുമല്ല. തഖ്വയും സ്വലാഹും, അതിൽ നിന്നുണ്ടാകുന്ന ഈമാനായിരിക്കണം നമ്മുടെ മാനദണ്ഡം എന്ന് നമ്മളെ പഠിപ്പിക്കാനാണ് യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഈ സ്വലാഹിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. അല്ലാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, മറ്റൊരു കാര്യം ഈ സൂറത്തിൻ്റെ പ്രാധാന്യമാണ്. ഈ സൂറത്തിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. അതിലേറ്റവും മനോഹരമായി എനിക്ക് തോന്നിയിട്ടുള്ളത്,
പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ അതിമനോഹരമായി ഈ സൂറത്ത് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അത് പ്രപഞ്ചത്തിലുള്ള പ്രതിഭാസങ്ങളെ കേവലം പറയുക മാത്രമല്ല ചെയ്തത്, അത് അഖീദയുമായി ബന്ധിപ്പിച്ചു, വിശ്വാസവുമായി ബന്ധിപ്പിച്ചു. നോക്കൂ, ഞാൻ ആമുഖമായി തന്നെ പറഞ്ഞിരുന്നു, ഈ സൂറത്തിന്റെ അടിസ്ഥാന വിഷയം അഖീദയാണ്. അഖീദ എന്ന് പറയുന്നത്, നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് പ്രപഞ്ചവുമായി കൂട്ടിക്കെട്ടിയതാണ്, പ്രപഞ്ചവുമായി ബന്ധിക്കപ്പെട്ടതാണ്. അതാണ്. അത് എവിടുന്ന് പറഞ്ഞു തുടങ്ങി എന്ന് ചോദിച്ചാൽ, ഈ പ്രപഞ്ചത്തിന്റെ ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയത്. വമാ ഖലഖ്ന സ്സമാഅ വൽ അർള വമാ ബൈനഹുമാ ബാത്തില, നമുക്കറിയാം, സൂറത്ത് സാദിൽ അത് വന്നിട്ടുണ്ട്. ഈ സൂറത്തിലും അത് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടാണ് ആ കാര്യത്തിലേക്ക് വന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആകാശത്തെയും ഭൂമിയെയും അവക്കിടയിലുള്ളതിനെയും ഒക്കെ സൃഷ്ടിച്ചത് അർത്ഥശൂന്യമായി സൃഷ്ടിച്ചതല്ല, മറിച്ച് ആ സൃഷ്ടിച്ച റബ്ബിനെ കണ്ടെത്തുവാൻ വേണ്ടിയാണ്. അതിലൂടെ കണ്ടെത്തണം. അതാണ്. അപ്പൊ അഖീദ എന്ന് പറയുന്നത് സഹോദരങ്ങളെ കെട്ടുകഥയല്ല, അത് ബാത്തിലല്ല. അഖീദയാണ് അടിസ്ഥാനം. അത് കളിയല്ല, തമാശയല്ല. അതാണ്. ഈ പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങൾ മുഴുവൻ നമ്മളെ അള്ളാഹുവിലേക്കാണ് എത്തിക്കേണ്ടത്. ആകാശമാകട്ടെ, ഭൂമിയാകട്ടെ, പർവ്വതങ്ങളാകട്ടെ, കടലുകളാകട്ടെ, സമുദ്രങ്ങളാകട്ടെ, രാത്രിയാകട്ടെ, പകലാകട്ടെ, സൂര്യനാകട്ടെ, ചന്ദ്രനാകട്ടെ, സകലം എന്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്? അള്ളാഹുവാണ് അതിനെ സൃഷ്ടിച്ചിട്ടുള്ളത്. അള്ളാഹുവാണ് ഒരു പോറലുമില്ലാതെ അതിനെ നയിച്ചു കൊണ്ടിരിക്കുന്നത്, അതിനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവാണ് അതിൽ ക്രയവിക്രയം ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനുഷ്യനായിരുന്നു ഈ പ്രപഞ്ചത്തിന്റെ ക്രയവിക്രയം നടത്തുന്നതവന് എങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്ന് ആലോചിച്ച് നോക്കൂ. അതും അള്ളാഹു ഇവിടെ പറയുന്നുണ്ട്. അപ്പോ ഏകനായ, മുദബ്ബിറായ, ഉടമയായ, ഒരു പങ്കുകാരനുമില്ലാത്ത അള്ളാഹുവിന്റെ കഴിവിലോ അള്ളാഹുവിന്റെ ശക്തിയിലോ അള്ളാഹുവിന്റെ അധികാരത്തിലോ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിലോ ഒരു പങ്കുകാരനുമില്ലാത്ത അള്ളാഹുവാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു അല്ലാത്ത ആരെങ്കിലും ആയിരുന്നു ഇത് ചെയ്യുന്നതെങ്കിൽ 22-ാമത്തെ വചനം പറയുന്നുണ്ട്, ലൗ കാന ഫീഹിമാ ആലിഹത്തുൻ ഇല്ലല്ലാഹ് ലഫസദതാ. ആകാശഭൂമികളിൽ അള്ളാഹു അല്ലാത്ത ഇലാഹുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ അത് രണ്ടും തകർന്നു പോകുമായിരുന്നു. എന്നിട്ട് പറഞ്ഞത് ഫസുബ്ഹാനല്ലാഹി റബ്ബിൽ അർശി അമ്മാ യസിഫൂൻ. അർശിന്റെ ഉടമയായ റബ്ബ് എന്തുമാത്രം പരിശുദ്ധനാണ്. ഈ ആളുകൾ റബ്ബിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യത്യസ്തമായ ഇലാഹുകളെ സങ്കല്പിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ ഒറിജിനൽ റബ്ബ് എത്ര പരിശുദ്ധനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ ചിന്തയെ, മനുഷ്യന്റെ ബുദ്ധിയെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ഈ പ്രപഞ്ചത്തിലെ ആകാശവും ഭൂമിയും നക്ഷത്രങ്ങളും അടക്കമുള്ള അത്ഭുതങ്ങളിലേക്ക് മാത്രമല്ല, അതിന്റെ സംവിധാനത്തിന് വേണ്ടി അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ലോ ഉണ്ടല്ലോ, നിയമം, അത് അത്ഭുതമല്ലേ സഹോദരങ്ങളെ? അത് അത്ഭുതമല്ലേ? ആ അത്ഭുതത്തിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. നോക്കൂ, വെള്ളത്തെക്കുറിച്ച് പറഞ്ഞിട്ട് പറയുന്നുണ്ട്, 30-ാമത്തെ വചനമാണ്. എല്ലാറ്റിൻ്റെയും ബേസ് എന്താ? വെള്ളമാണ്. ചിന്തിച്ചു നോക്കൂ നിങ്ങൾ, വെള്ളത്തിന്റെ അംശമില്ലാത്ത ഒരു സൃഷ്ടിയും പ്രപഞ്ചത്തിലില്ല എന്നത് അത്ഭുതമല്ലേ? അത് ഈ വെള്ളമാകട്ടെ അള്ളാഹുവിന്റെ മാത്രം സൃഷ്ടിയല്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, മനുഷ്യന് നിർമ്മിക്കാനോ ഉണ്ടാക്കാനോ സാധിക്കാത്ത വെള്ളം. അതുപോലെ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇതൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്, എല്ലാ ജീവനുള്ള വസ്തുക്കളും അവസാനം എങ്ങോട്ടാണ് പോകുന്നത്? ദൈവമുണ്ടെന്ന് പറയുന്നവനും ഇല്ലെന്ന് പറയുന്നവനും എല്ലാവരുടെയും അന്ത്യം എങ്ങോട്ടാണ്? 35-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. എല്ലാ ആത്മാവും, എല്ലാ ജീവനുള്ളതും മരണത്തെ ആസ്വദിക്കും. എല്ലാവരും തിരിച്ചു പോകുന്നത് ഒന്നിലേക്കാണ്. എല്ലാം വന്നിട്ടുള്ളത്, എല്ലാം ഉൽപ്പാദിപ്പിക്കപ്പെട്ടത് വെള്ളത്തിൽ നിന്നാണ്. എല്ലാം തിരിച്ചു പോകുന്നത് റബ്ബിലേക്കാണ്. പിന്നെ എന്തിനാണ് ഈ ലോകം? പ്രപഞ്ചം എന്തിനാണ്? ഭൂമി എന്തിനാണ്? ആകാശം എന്തിനാണ്? വനബ്ലൂക്കും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന, പരീക്ഷണത്തിന് വേണ്ടി മാത്രമാണ്. വഇലൈനാ തുർജഊൻ, നിങ്ങളൊക്കെ നമ്മിലേക്കാണ് മടങ്ങുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഭാഗം അവസാനിക്കുന്നത്. ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വന്നത്,
പ്രപഞ്ചം, ഭൂമി, ആകാശം, നക്ഷത്രം, ലോകം, പകല്, രാത്രി, ഇതൊക്കെ എന്തുമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു? അഖീദയുമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. അതിശക്തമായ ഒരു ബന്ധമാണ്, അതിശക്തമായ ഒരു ബന്ധമാണ് യഥാർത്ഥത്തിൽ അഖീദയും ഈ പ്രാപഞ്ചിക വസ്തുക്കളുമായി ഉള്ളത്. നോക്കൂ, പ്രവാചകന്മാര് എത്ര വന്നാലും ശരി, ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ 16 പ്രവാചകന്മാരെ കുറിച്ചുള്ള പരാമർശമാണ് പ്രവാചകന്മാരെന്ന ഈ അധ്യായത്തിലുള്ളത്. പ്രവാചകന്മാർ കാലഘട്ടങ്ങൾ മാറി, സമൂഹങ്ങൾ മാറി വന്നാലും ശരി, അവരുടെയൊക്കെ ദൗത്യവും എന്താണ്? ഒന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒന്നിൽ നിന്ന്, വെള്ളത്തിൽ നിന്ന് തുടങ്ങി അള്ളാഹുവിലേക്ക് അവസാനിക്കും എല്ലാവരും. അതുപോലെ തന്നെ എല്ലാ പ്രവാചകന്മാരും ഈ ഭൂലോകത്തിന് നൽകിയ ദൗത്യം ഒന്നാണ്. വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അനാ ഫഅബ്ദൂൻ. 25-ാമത്തെ വചനം അത് പറഞ്ഞുകൊണ്ടാണ് ആ ഭാഗം അവസാനിക്കുന്നത്. ഒരൊറ്റ പ്രവാചകനെയും നാം അയച്ചിട്ടില്ല. ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ, ഞാനല്ലാതെ ഇലാഹില്ല, എനിക്ക് മാത്രമേ ഇബാദത്ത് ചെയ്യാവൂ എന്ന തത്വം പറഞ്ഞിട്ടല്ലാതെ എന്ന്. ചിന്തിച്ചു നോക്കൂ, എത്ര മനോഹരമായാണ് ഈ കാര്യം അള്ളാഹു വിശദീകരിച്ചിട്ടുള്ളത് എന്ന്. അതാണ് ഈ അധ്യായത്തിന്റെ വലിയ ഒരു പുതുമ എന്ന് പറയുന്നത്. അപ്പോ വ്യത്യസ്തമായ പദങ്ങൾ, വ്യത്യസ്തമായ കാര്യങ്ങൾ നോക്കൂ, ആവർത്തിച്ച് ഒരേ രീതിയിൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് എന്തിന് എന്ന ചോദ്യത്തിന്റെ ഉത്തരം നാം ഇതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ എന്നാണ്. അള്ളാഹു മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ഒക്കെ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കണം. സൂറത്തുൽ അംബിയാഇന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ വല്ലാത്ത മധുരം നമുക്ക് അനുഭവപ്പെടും. നമ്മൾ ഇത് കൈകാര്യം ചെയ്ത വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ. നമുക്ക് ഈ വചനങ്ങളിലൂടെ പോകുമ്പോൾ കാണാൻ സാധിക്കുന്ന അത്ഭുതകരമായ സംഗതിയുണ്ട്. നമ്മൾ 1 മുതൽ 15 വരെയുള്ള വചനങ്ങളാണ് ഒന്നാമത്തെ ഘട്ടം എന്ന് പറഞ്ഞു. അതിൽ ആമുഖമായി തുടങ്ങുന്നത് തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഭയങ്കര രസമുള്ളൊരു വാക്കല്ലേ, ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും വഹും ഫീ ഗഫ്ലത്തിൻ മുഅ്രിദൂൻ. നോക്കൂ, തുടക്കം തന്നെ അതിശക്തമായ ഒരടിയാണ്. അശ്രദ്ധമായി കിടക്കുന്ന മനുഷ്യരുടെ, ധിക്കാരം കാണിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് താക്കീതായി, അശ്രദ്ധരായി കിടക്കുന്ന മനുഷ്യരുടെ മനസ്സുകളിലേക്ക് വെളിച്ചം നൽകുന്ന, കിടക്കുന്നവരെ വിളിച്ചുണർത്തുന്ന, നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു കൊണ്ടുപോകുന്ന അതിശക്തമായ ഒരു വാക്ക്. എന്നിട്ട് പറഞ്ഞു, അവരുടെ റബ്ബിൽ നിന്നുള്ള പുതുതായി ഏതൊരു ഉത്ബോധനം അവർക്ക് വന്നെത്തിയാലും കളിയാക്കുന്നവരായി കൊണ്ടാണ് അവരതിനെ കേൾക്കുന്നത്. എന്തുകൊണ്ട് എന്ന് പറഞ്ഞു നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എല്ലാ പ്രവാചകന്മാരുടെയും ചരിത്രം ഇതായിരുന്നു. കാരണം ലാഹിയത്തൻ ഖുലൂബുഹും എന്ന് പറഞ്ഞു. ലാഹിയത്തൻ ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ അശ്രദ്ധയിലാണ് എന്ന് മാത്രമല്ല, എല്ലാ പ്രവാചകന്മാരുടെയും ശത്രുപക്ഷം, കൂടെയുണ്ടായിരുന്ന ആളുകൾ, വിശ്വസിക്കാത്ത ആളുകൾ രഹസ്യമായി പറഞ്ഞുകൊണ്ടിരുന്നു, ഹൽ ഹാദാ ഇല്ലാ ബശറും മിസ്ലുക്കും, ഈ നബിയും നിങ്ങളെപ്പോലെയുള്ള മനുഷ്യനല്ലേ, അഫതഅ്തൂന അസ്സിഹ്റ വഅൻതും തുബ്സിറൂൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇതൊരു മായാജാലമാണ്, അഫതഅ്തൂന അസ്സിഹ്റ വഅൻതും തുബ്സിറൂൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ രക്ഷപ്പെട്ടത്. ഇത് സിഹർ മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതിന് അല്ലാഹു മറുപടി പറഞ്ഞു, ഖാല റബ്ബീ യഅലമുൽ ഖൗല ഫിസ് സമാഇ വൽ അർദ് വഹുവസ് സമീഉൽ അലീം. എൻ്റെ റബ്ബിന് മാത്രമാണ് ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള വിവരങ്ങൾ അറിയുക, അവനാണ് എല്ലാം കേൾക്കുന്നവനും അറിയുന്നവൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവരോട് മറുപടി പറയാൻ പറയുന്നത്. എന്നിട്ട് പിന്നെ അവർ പറഞ്ഞ ഓരോ കാര്യങ്ങൾ എടുത്തു ധരിച്ചു. ഖാലു അദ്ഗാസു അഹ്ലാമിൻ ബൽ ഇഫ്തറാഹ് ബൽ ഹുവ ശാഇർ ഫൽയഅ്തിനാ ബിആയത്തിൻ കമാ ഉർസിലൽ അവ്വലൂൻ. അവർ പറഞ്ഞു, ഇവൻ പേക്കിനാവുകൾ കാണുകയാണ്,
എന്ന് മാത്രമല്ല പലതും കെട്ടിപ്പറയാൻ ശ്രമിച്ചു, കവിയാണെന്ന് പറഞ്ഞു. എന്നിട്ട് അവസാനം അവർ പറഞ്ഞു ഫൽയഅ്തിനാ ബിആയത്തിൻ കമാ ഉർസിലൽ അവ്വലൂൻ, ഏത് മുൻ കഴിഞ്ഞുപോയ പ്രവാചകന്മാർക്ക് ലഭിച്ചതുപോലെയുള്ള വല്ല ആയത്തും വല്ല ദൃഷ്ടാന്തവും കൊണ്ടുവരട്ടെ എന്ന് പറഞ്ഞു. അവരുദ്ദേശിക്കുന്നത് സാലിഹ് നബിയുടെ ഒട്ടകം പോലെ, മൂസാ നബിയുടെ വടി പോലെ വല്ലതും കൊണ്ടുവരണം എന്നായിരുന്നു. പക്ഷേ അള്ളാഹു മറുപടി പറഞ്ഞു മാ ആമനത് ഖബ്ലഹും മിൻ ഖറിയത്തിൻ അഹ്ലക്നാഹാ അഫഹും യുഅ്മിനൂൻ. ഇതൊക്കെ കൊണ്ടുവന്നിട്ടും മുൻ കഴിഞ്ഞു പോയ സമൂഹത്തിൽ നാം നശിപ്പിച്ച സമൂഹങ്ങളുണ്ടല്ലോ, അവരെ നശിപ്പിച്ചത് അവരുടെ ഈ ബാലൻസിങ് സിസ്റ്റത്തിന് എതിരായി പ്രവർത്തിച്ചു എന്നതുകൊണ്ടാണ്, ഭൂമിയുടെ നല്ല പോക്കിന് ഇവർ പറ്റില്ല എന്നതുകൊണ്ടാണ്, അവരാരും വിശ്വസിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഭാഗം അവസാനിച്ചു. ഒരുപാട് സ്ഥലത്ത് ഖുർആനിൽ ഇങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇവര് വമാ ഹുവ ബിഖൗലി ശാഇരിൻ ഖലീലൻ മാ തുഅ്മിനൂൻ. സൂറത്ത് ഹഖയിൽ പറയുന്നുണ്ട്, കവിയാണെന്ന് പറഞ്ഞപ്പോ ഇത് കവിയുടെ വാക്കല്ല ഇത്, പക്ഷെ അവര് വിശ്വസിക്കൂല. വലാ ബിഖൗലി കാഹിനിൻ ഖലീലൻ മാ തദക്കറൂൻ, ഇത് ഒരു ജോൽസിന്റെ വാക്കല്ല, ചിന്തിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് തൻസീലും മിർ റബ്ബിൽ ആലമീൻ. നിങ്ങൾ ആലോചിക്കൂ, ഇത് റബ്ബുൽ ആലമീൻ എന്നുള്ള അവതരണമാണ്. സൂറത്ത് യാസീൻ മറിച്ചാൽ നമ്മൾ കാണുമല്ലോ, വമാ അല്ലംനാഹു ശിഅറ വമാ യംബഗി ല ഇൻ ഹുവ ഇല്ലാ ദിക്റുൻ വ ഖുർആനും മുബീൻ. നാം അദ്ദേഹത്തിന് കവിത പഠിപ്പിച്ചിട്ടില്ല, അത് അദ്ദേഹത്തിന് ഭൂഷണവുമല്ല, മറിച്ച് അദ്ദേഹം പറയുന്നത് മുഹമ്മദ് നബി കൊണ്ടുവന്നത് ദിക്റാണ്, ഖുർആനാണ് എന്നാണ്. എന്നിങ്ങനെ പറഞ്ഞിട്ട് അവരോട് പറഞ്ഞു വമാ അർസൽനാ ഖബ്ലക ഇല്ലാ റിജാലൻ നൂഹി ഇലൈഹിം ഫസ്അലു അഹ്ല ദിക്ർ. എന്നിട്ട് പറഞ്ഞു നിങ്ങൾ അഹ്ലു ദിക്റിനോട് ചോദിക്ക്, നിങ്ങൾക്ക് വിവരമില്ലാത്തവരാണെങ്കിൽ. ഈ മുശ്രിക്കുകളെ സംബോധന ചെയ്തുകൊണ്ട് പറയാ അവരുടെ കൂട്ടത്തിൽ അഹ്ലു ദിക്ർ ഉണ്ടായിരുന്നു. അഹ്ലു ദിക്ർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് പണ്ഡിതന്മാര് മാത്രമല്ല, ജ്ഞാനമുള്ളവർ മാത്രമല്ല, പ്രത്യേകിച്ചും ഇവിടെ ഉദ്ദേശിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ സമൂഹത്തിൽ ഉണ്ടായിരുന്ന അഹ്ലു കിതാബിൽപ്പെട്ട പണ്ഡിതന്മാരായിരുന്നു. അവരോട് ചോദിച്ചാൽ അറിയാം, അവർക്ക് പ്രവാചകന്മാരെ കുറിച്ച് അറിയാം എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകന്മാരൊരിക്കലും, ഇവർ വിചാരിച്ചത് പ്രവാചകന്മാര് മലക്കുകളാകണമെന്നാണ്. അതുകൊണ്ട് തുടർന്ന് മറുപടി പറഞ്ഞു വമാ ജഅൽനാഹും ജസദൻ ലാ യഅകുലൂന അത്അമ വമാ കാനൂ ഖാലിദീൻ. ഭക്ഷണം കഴിക്കാത്ത ശരീരങ്ങളല്ല പ്രവാചകന്മാർ, അവരെന്നൊന്നും നിലനിൽക്കുന്നവരല്ല, അവര് മലക്കുകളെ പോലെയല്ല, അവര് ജീവികളാണ്, മനുഷ്യരാണ്. അവർ വെള്ളം കുടിക്കും, ഭക്ഷണം കഴിക്കും, വിവാഹം ചെയ്യും, സന്തോഷിക്കും, ദുഃഖിക്കും, ഉറങ്ങും, ഇതൊക്കെ അവർക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവസാനം പറഞ്ഞു ഇതൊക്കെ സത്യത്തിൽ ലഖദ് അൻസൽനാ ഇലൈക്കും കിതാബൻ ഫീഹി ദിക്റുക്കും അഫലാ തഅഖിലൂൻ. ഈ കിതാബ് ഒന്ന് മറിച്ചു നോക്കണം, അതിൽ നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാകും എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഭാഗം അവസാനിച്ചത്. പിന്നീട് രണ്ടാമത്തെ ഭാഗത്തേക്ക് പ്രവേശിക്കുമ്പോൾ മനോഹരമായി അള്ളാഹു പറയുന്നുണ്ട് അക്രമം ചെയ്ത സമൂഹത്തെ നശിപ്പിച്ച കഥ. വകം ഖസംനാ മിൻ ഖറിയത്തിൻ കാനത് ളാലിമതൻ വഅൻശഅനാ ബഅദഹാ ഖൗമൻ ആഖരീൻ എന്ന് പറഞ്ഞു. ദുൽമ് ചെയ്ത സമൂഹത്തെ നാം നശിപ്പിച്ചു കളഞ്ഞു. ഖസംന, ആകെ നശിപ്പിച്ചു കളഞ്ഞു. കാരണം അവർ ദുൽമ് ചെയ്തു എന്നത്. എന്നിട്ട് പകരം ഒരു സമൂഹത്തെ കൊണ്ടുവന്നു. ഈ ശിക്ഷ വരുന്ന സമയത്തുള്ള രംഗമാണ് തുടർന്നുള്ള 12-13 വചനങ്ങളിൽ കാണുന്നത്. ശിക്ഷ വരികയാണ് എന്നറിഞ്ഞപ്പോ അവർ ഓടാൻ തുടങ്ങി, ദ്രുതഗതിയിൽ ഓടാൻ തുടങ്ങി. പക്ഷേ ഓടിയിട്ട് കാര്യമുണ്ടോ? ഇല്ലല്ലോ. അള്ളാഹു സൂറത്തുർ റഅദിൽ പറഞ്ഞല്ലോ വഇദാ അറാദല്ലാഹു ബിഖൗമിൻ സുഅൻ ഫലാ മറദ്ദ ലഹു വമാ ലഹും മിൻ ദൂനിഹി മിൻ വാൽ. നമ്മൾ ഓർക്കണം, അള്ളാഹു ശിക്ഷ ഒരു സമൂഹത്തിന് ബാധിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ ഓടി രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് അവരെ പിടിച്ചു നിർത്തിയിട്ട് പറയുന്നുണ്ട് ലാ തർകുദൂ ഓടണ്ട, എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ ഇതുവരെ സുഖിച്ചുകൊണ്ടിരുന്ന സ്ഥലത്തേക്കൊക്കെ പോയി നോക്ക്, വല്ല രക്ഷയുണ്ടോ? പക്ഷേ രക്ഷപ്പെടാൻ കഴിയുകയില്ലെന്ന് മാത്രമല്ല, അവർ ഉറക്കെ വിളിച്ചു പറയും യാ വൈലനാ ഇന്നാ കുന്നാ ളാലിമീൻ. 14-ാമത്തെ വചനത്തിലുണ്ട്, അയ്യോ സംഭവിച്ചു പോയി, ഞങ്ങൾ അക്രമം ചെയ്തു പോയി, ഞങ്ങളുടെ നാശമേ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഭാഗം അവസാനിക്കുന്നത് ഫമാ സാലത് തിൽക ദഅവാഹും ഹത്താ ജഅൽനാഹും ഹസീദൻ ഖാമിദീൻ എന്ന് പറഞ്ഞുകൊണ്ട്.
അവരെ കൊയ്തിട്ട കറ്റകളെപ്പോലെ അവര് നശിച്ചു വീഴുന്ന കാഴ്ചയാണ് കണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് സുബ്ഹാനല്ലാഹ്, അതിമനോഹരമാണ് ഇതിനകത്തേക്ക് പ്രവേശിച്ചാൽ കാണുന്നത്. ഞാൻ പറഞ്ഞു ആദ്യം തന്നെ, ഇതിൻ്റെ കൂടെ നമ്മൾ നടന്നാൽ, കൂടെ ഓടിയാൽ നമുക്ക് നമ്മൾ അതിലുള്ളതുപോലെ നമുക്ക് അനുഭവപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിനെ കൂടുതൽ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും തൗഫീഖ് നൽകുമാറാകട്ടെ.